ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയക്കുറവും കുറച്ച് പേഴ്സണൽ ബിസി എൻഗേജ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എൻ്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 9 മാസം ആയി. മെയ് ചെയ്തതാണ് ഞാൻ, മെയ് 14. അപ്പോൾ 9 മാസം ആകാറായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് കുറേ പേർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അതൊന്ന് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം കുറച്ച് തിരക്കുകളായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും തീരെ ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം വരെ വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 9 മാസത്തേക്കുള്ള അപ്ഡേറ്റ് ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ മുടിയുടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഹെയർ ലൈനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കാണ്. ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഞാൻ ഇന്നലെ തന്നെ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും കാര്യങ്ങളും വിളിക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്തായെന്ന് ചോദിച്ചു. കാര്യം ഇത്രയും ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തി പെട്ടെന്ന് വീഡിയോ ചെയ്യാതിരിക്കുമ്പം ചിലർ വിചാരിക്കും റിസൾട്ട് ഇല്ലാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഫ്രണ്ടിൽ വെച്ച മുടിയെല്ലാം അത്യാവശ്യം ഗ്രോ ആയി. 9 മാസം ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 80% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 വട്ടത്തോളം ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ എൻ്റെ ക്രൗണിൽ ഞാൻ കാണിക്കാം. ക്രൗൺ ഏരിയയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ക്രൗൺ ഏരിയ അധികം ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല. ഏകദേശം 500 ഗ്രാഫ്റ്റേ ക്രൗൺ ഏരിയ വെച്ചുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ ഫ്രണ്ടിലാണ് വെച്ചത്. ഞാൻ എൻ്റെ ചീപ്പ് എടുത്ത് ഞാൻ തലയും ചീക്കി കാണിക്കാം. ഞാൻ എനിക്ക് ഈ വെളിച്ചത്തിൽ ഫുൾ തല കാണാൻ വേണ്ടിയിട്ടാണ്, ഞാനിപ്പോൾ എൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വെളിച്ചത്തിൽ വന്ന് നിൽക്കുന്നത് ട്യൂബിൻ്റെ. ചിലർ ഇരുട്ടത്തിൽ നിന്ന് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ തല മുകളിൽ തിക്കായിട്ട് മുടിയായിട്ടേ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വെളിച്ചത്തിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം മുടി വളർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടോ, മുടി ഇപ്പോൾ ചീ കഴിയുമ്പോൾ ഫ്രണ്ടൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് എൻ്റെ 9 മാസത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. മുടിക്ക് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ 1 മാസം മുന്നെയാണ് കുറച്ച് ലെങ്ത് ഞാൻ കട്ട് ചെയ്ത്, ഫ്രണ്ട് വശത്തെയും സൈഡൊക്കെ നല്ലപോലെ വളർന്നിറങ്ങിയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതൊക്കെ ഞാൻ ട്രിം ചെയ്ത് വെച്ചേക്കുവാണ്. ഫ്രണ്ടായാലും 1 മാസമായി ഞാൻ ഇപ്പം വെട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നീളക്കുറവുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ 9 മാസത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ വീഡിയോ ചെയ്യാത്തത്? സ്ഥിരം ഒരു 6 മാസം വരെ വീഡിയോ ചെയ്തിരുന്നതല്ലേ, ഇപ്പം വീഡിയോ ചെയ്യുന്ന കാണുന്നില്ലല്ലോ, ഇത് റിസൾട്ട് ഇല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഈ അപ്ഡേറ്റഡുള്ള വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ മുടി ഇപ്പോൾ എത്രത്തോളം ഗ്രോത്ത് ആയിട്ടുണ്ടെന്ന്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ മിനോക്സിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ മിനോക്സിൽ എന്ന സാധനം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു 5-ാം മാസം കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ മിനോക്സിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. കാര്യം മിനോക്സിൽ കൊണ്ടുണ്ടാകുന്ന മുടി നമുക്ക് പെർമനൻ്റ് അല്ല. കാര്യം മിനോക്സിൽ തേച്ചപ്പോൾ എൻ്റെ ക്രൗൺ ഏരിയയിലൊക്കെ അത്യാവശ്യം മുടി വന്നിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് പിന്നെയും കുഴിഞ്ഞു പോയി. അതുകൊണ്ട് മിനോക്സിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. നല്ല സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ കൂടാണ്. ഞാനത് പ്രൊമോട്ട് ഒരിക്കലും ചെയ്യുന്നില്ല. കാര്യം എൻ്റെ ഈ മുടി എന്ന് പറയുന്നത് മിനോക്സിഡിലില്ലാതെ വളർന്ന മുടിയാണ്. ഇപ്പോഴും മിനോക്സിൽ ഞാൻ തേക്കുന്നില്ല. മുടിയിൽ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ തേക്കുന്നത്. പിന്നെ നല്ലപോലെ തല മസാജ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഞാൻ മിനോക്സിലോ ഫിനാസ്റ്റൈഡോ അങ്ങനെ ഒരു ഹോർമോണൽ മെഡിസിൻസ് ഞാൻ കഴിക്കാതാണ് ഞാൻ ഈ മുടി ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യം അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈ മുടി ഒരിക്കലും പൊഴിയത്തില്ല. ഈ മിനോക്സിൽ ഉപയോഗിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വന്ന മുടി അപ്പം തന്നെ പൊഴിഞ്ഞു പോകും. ഈ നിർത്തിക്കഴിഞ്ഞ് 1 മാസത്തിനകം വന്ന മുടി എല്ലാം പൊഴിഞ്ഞു പോകും. അതിലും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ മുടി ഇതുപോലെ വളർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. കുറേ പേര് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് പേജ് ആയാലും ക്ലിനിക്കാരായാലും എല്ലാവരും മെഡിസിൻ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ്സും കൂടിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പോയി മിനോക്സിൽ യൂസ് ചെയ്യല്. അല്ലാതെ വളരുന്നവർ അതുതന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ മെഡിസിൻ കാര്യം ആദ്യത്തെ ഒരു 3-4-5 മാസം 6 മാസത്തേക്ക് ഞാനൊരു മൾട്ടി വൈറ്റമിൻ ക്ലിനിക്കിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതല്ല ഉപയോഗിക്കുന്നത്. കാര്യം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കാർഡ് HK വൈറ്റലിൻ്റെ ബയോട്ടിൻ ടാബ്ലറ്റാണ്. ഇത് അത്യാവശ്യം നല്ലൊരു, നിങ്ങൾ നോക്കിയാൽ മതി,
ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് കഴിച്ചിട്ട് അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. ഈവൻ ക്ലിനിക്കിൽ നിന്ന് തരുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ഇത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള മെഡിസിനായിട്ട് തോന്നി ഇതാണ്. കാര്യം മറ്റേ മെഡിസിൻ ഞാനൊരു 5-8 മാസം കഴിച്ചിട്ടും ഗുളികയിൽ നിന്ന് എനിക്കൊരു വലിയൊരു എഫക്റ്റ് കിട്ടിയിട്ട് എനിക്കൊരു ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഞാനൊരു 7 മാസം തൊട്ട് ഇപ്പോൾ 2 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു മെഡിസിനാണ്. നിങ്ങളെല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യേണ്ടത് മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ 9 മാസത്തെ റിസൾട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഞാൻ മിനോക്സിൽ യൂസ് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് തലയിൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കുക, നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് തല നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വുഡൻ കോമ്പ് വെച്ചാണ് മസാജ് ചെയ്യുന്നത്. ആ കോമ്പ് ഞാൻ അടുത്തൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഒരു ആര്യവേപ്പിൻ്റെ നീമിൻ്റെ ഒരു വുഡൻ കോമ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് വെച്ചാണ് ഞാൻ തല നല്ലപോലെ മസാജ് ചെയ്യുന്നത്. പിന്നെ ഈ ടാബ്ലറ്റ്, ഇത് 3 അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അങ്ങനെയാണ് ഇതുവരെ ഞാൻ മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് മിനോക്സിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ മിനോക്സിൽ ഒരു 3-4 മാസം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്തു. അതല്ലാതെ ഇതുവരെ മിനോക്സിൽ ഞാൻ അത് കഴിഞ്ഞൊരു 5 മാസം ഇപ്പോൾ എക്സ്ട്രാ ആയി. അപ്പോൾ ഞാൻ ഇതുവരെ മിനോക്സിൽ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. മിനോക്സിൽ ഇല്ലാതെ തന്നെയാണ് എൻ്റെ മുടി വളർന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം റെഡൻസിൽ യൂസ് ചെയ്തിരുന്നു, പക്ഷേ അതെനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതുപോലുള്ള മെഡിസിൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഈ ടാബ്ലറ്റ്, ഞാൻ ഇത്രയാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ചെയ്യാറുള്ളത്. വേറെ ഒന്നും ഞാൻ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ റിസൾട്ടിനെ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളുടെ പ്രിഫറൻസാണ് നിങ്ങൾക്കത് യൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ കാണുന്നതാണ് എൻ്റെ 9 മാസത്തെ അപ്ഡേറ്റഡ് എന്ന് പറയുന്നത്. കാര്യം കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു വീഡിയോ പുതിയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സമയം തീരെ ഇല്ലായിരുന്നു, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പം എൻ്റെ അടുത്ത അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇനി ഇതിൽ കൂടുതൽ ഗ്രോത്ത് ഇനി ഫ്രണ്ട് പോർഷന് വരാനില്ല. കാര്യം വെച്ച എല്ലാ മുടി നോക്കിയാൽ മതി, എല്ലാ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിക്കായി. കാര്യം ഇത് കൂടുതൽ ഇനി എനിക്ക് തോന്നുന്നില്ല തിക്കാവുന്ന. കാര്യം വെച്ച മുടി ഫുള്ള് ഫ്രണ്ട് പോർഷൻ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫില്ലായിട്ടുണ്ട്. പിന്നെ ക്രൗൺ ഏരിയ ഞാൻ അത്ര മുടി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൗൺ ഏരിയ ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്. എന്നാലും പ്രശ്നമില്ല. അപ്പം നിലവിൽ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഏത് സമയത്തും ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ചിലർ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല, അതിൻ്റെ തിരക്ക് മൂലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക. എനിക്ക് സമയം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ചെറിയ അപ്ഡേഷൻ, എൻ്റെ ഹെയർ കെയറിലെ ചെറിയ അപ്ഡേഷനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ.